വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കാനിരിക്കെ ഒന്നാം ഘട്ട ലിസ്റ്റിലെ ഭൂരിഭാഗം ഗുണഭോക്താക്കളും സമ്മതപത്രം കൈമാറി. ഭൂമിയുടെ ഉടമസ്ഥതയിൽ വ്യക്തത വരുത്തിയതോടെയാണ് കൂടുതൽ ഗുണഭോക്താക്കൾ സമ്മതപത്രം നൽകിയത്. രണ്ടാം ഘട്ട ലിസ്റ്റിലുള്ളവരുടെ സമ്മതപത്രം ഇന്നു മുതൽ സ്വീകരിക്കും. ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ ഒന്നാം ഘട്ട ലിസ്റ്റിലെ ഭൂരിഭാഗം ഗുണഭോക്താക്കളും സമ്മതപത്രം നൽകിയതിന്റെ ആശ്വാസത്തിലാണ് സർക്കാരും ജില്ലാ ഭരണകൂടവും. മറ്റന്നാൾ ടൗൺഷിപ്പിന് തറക്കല്ലിടൽ നടക്കാനിരിക്കെ ദുരന്തബാധിതർ സമ്മതപത്രം നൽകാത്തത് പുനരധിവാസത്തിന് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഉയർന്നിരുന്നു. എന്നാൽ ദുരന്തബാധിത പ്രദേശത്തെ ഭൂമി ദുരന്തബാധിതർക്ക് തന്നെയെന്ന് വ്യക്തമാക്കിയതോടെയാണ് കൂടുതൽ പേർ സമ്മതപത്രം കൈമാറിയത്. ഇന്നലെ മാത്രം 113 പേർ സമ്മതപത്രം നൽകി. ഇതോടെ ഒന്നാം ഘട്ട ലിസ്റ്റിലെ 242-ൽ 235 പേരും സമ്മതപത്രം കൈമാറി. ഇതിൽ ടൗൺഷിപ്പിൽ വീടിനായി 170 പേരും സാമ്പത്തിക സഹായത്തിനായി 65 പേരുമാണ് സമ്മതപത്രം നൽകിയത്. രണ്ടാം ഘട്ട 2A, 2B ലിസ്റ്റിലെ സമ്മതപത്രം ഇന്ന് മുതൽ സ്വീകരിച്ചു തുടങ്ങും. അതേസമയം സംഘടനകൾ, സ്പോൺസർമാർ, വ്യക്തികൾ തുടങ്ങിയവർ വീട് വെച്ചു നൽകുന്നവർക്ക് സർക്കാർ നിശ്ചയിച്ച നിശ്ചിത തുക സാമ്പത്തിക സഹായമായി ലഭിക്കും. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ 430 വീടുകളാണ് നിർമ്മിക്കുക. 2 ടൗൺഷിപ്പിനുള്ള ആളുകൾ ഉണ്ടാകില്ലെന്ന വിലയിരുത്തലിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മാത്രമാണ് ടൗൺഷിപ്പ് നിർമ്മാണം. കൂടുതൽ പേർ സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതിലൂടെ നെടുമ്പാല എസ്റ്റേറ്റ് സർക്കാരിന് ഏറ്റെടുക്കേണ്ടിയും വരില്ല. ഏപ്രിൽ 20-ന് ടൗൺഷിപ്പിലെ ഗുണഭോക്താക്കളുടെ അന്തിമ ലിസ്റ്റ് പുറത്തുവിടാനാണ് സർക്കാർ തീരുമാനം. ന്യൂസ് മലയാളം, വയനാട്.